രാഹുൽ മാങ്കൂട്ടത്തിലിനായുള്ള കസ്റ്റഡി അപേക്ഷ തിരുവല്ല കോടതി നാളെ പരിഗണിക്കും. കോടതിയിൽ നിന്ന് ശ്രീരാജ് ബാബുവും ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബനയുമുണ്ട്. ആദ്യം ഷബനയിലേക്കാണ്. ഷബന, അപേക്ഷ നാളെ പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നു. വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കാനായി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി മാറ്റിയിട്ടുണ്ട്. ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രതിയെ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. നാളെ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇന്നിപ്പോൾ പോലീസ് 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടാണ് അപേക്ഷ നൽകിയത്. ഈ പ്രതിയുമായി പലയിടത്തും തെളിവെടുപ്പ് നടത്തുകയും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിൽ വേണം എന്നൊരാവശ്യമായിരുന്നു പോലീസ് ഉന്നയിച്ചത്. ഏതായാലും കസ്റ്റഡിയിൽ വിട്ടു നൽകുമ്പോൾ ഈ പ്രതിയെ നേരിട്ട് കോടതിയിൽ എത്തിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് നാളെ രാഹുലിനെ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ മാവേലിക്കര ജയിലിലുള്ള രാഹുലിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് ഈ കസ്റ്റഡി അപേക്ഷയിൽ വാദം നടക്കും. ഇന്നിപ്പോൾ പോലീസ് ഈ റിപ്പോർട്ട്, അതായത് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശം പോലീസിന് നൽകിയത്. രാഹുലിനെ നാളെ ഹാജരാക്കുകയും രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ രാഹുലിൻ്റെ അഭിഭാഷകൻ പറയുകയും തുടർന്ന് കസ്റ്റഡിയിൽ വിടുകയും ആയിരിക്കും ഒരു പക്ഷേ ചെയ്യുക. കസ്റ്റഡിയിൽ വിടുകയാണെങ്കിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കില്ല. അല്ലെങ്കിലും ഈ ജാമ്യാപേക്ഷ ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് പരിഗണിക്കാവുന്ന ഒരു കേസല്ല ഇത്. പ്രത്യേകിച്ച് 3 വർഷത്തിൽ കൂടുതൽ തടവ് കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ ഒരു പക്ഷേ മജിസ്ട്രേറ്റ് കോടതി തള്ളുക മാത്രമായിരിക്കും. അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ കേസിൽ കുറ്റകൃത്യമില്ല എന്ന് കണ്ടാൽ മാത്രമാണ് ജാമ്യം ഇത്തരത്തിൽ മജിസ്ട്രേറ്റ് കോടതികൾ അനുവദിക്കാറുള്ളൂ. അല്ലെങ്കിൽ സെഷൻസ് കോടതിയാണ് ഇതിൽ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനിയിപ്പോൾ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിന് ശേഷം ഈ ജാമ്യാപേക്ഷയിൽ തീരുമാനം പറയും. ഏതായാലും പോലീസിനോട് ജാമ്യാപേക്ഷയിൽ കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. പോലീസ് എന്താണ് പറയുന്നത് എന്നുകൂടി കോടതി കേൾക്കും. അതിനുശേഷമായിരിക്കും നാളെ കസ്റ്റഡിയിൽ വിടണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ 2 അല്ലെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ കോടതികൾ സാധാരണ നിലയിൽ അനുവദിക്കാറില്ല. ഈ കസ്റ്റഡി അനുവദിക്കുന്ന കാലയളവിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനും അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് നടത്താനും പോലീസിന് സാധിക്കും. പ്രത്യേകിച്ച് തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് തന്നെ പീഡിപ്പിച്ചു എന്നാണ് പരാതിക്കാരി പരാതി ഉന്നയിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഹോട്ടൽ മുറിയിലടക്കം തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ പോലീസ് തന്നെ പറയുന്നത് ഈ ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് അടക്കം ആവശ്യപ്പെട്ടിട്ടും രാഹുൽ നൽകിയിരുന്നില്ല. അന്വേഷണവുമായി അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഈ പാസ്വേഡ് ഉൾപ്പെടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നാളെ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയത്. ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ കസ്റ്റഡി അനുവദിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് രാഹുലിന് ജയിലിൽ തന്നെ തുടരേണ്ടി വരും. കാരണം പോലീസിൻ്റെ കസ്റ്റഡി ജയിലിൽ തന്നെ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് നാളെ വിടുമായിരിക്കും. മറ്റ് 2 ദിവസങ്ങളിൽ ഈ തെളിവെടുപ്പും അത്തരത്തിലുള്ള നടപടികളുമായി പോകണം. പിന്നീട് കോടതിയിൽ ഹാജരാക്കും. വീണ്ടും ഹാജരാക്കിയ റിമാൻഡ് ചെയ്യുക. അതിനുശേഷമായിരിക്കും ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുക. ജാമ്യം ഏതായാലും വിചാരണ കോടതിക്ക് മജിസ്ട്രേറ്റ് കോടതിക്ക് നൽകാൻ പറ്റുന്ന ഒരു കേസല്ല ഇത്. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ തന്നെ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് രാഹുലിൻ്റെ അഭിഭാഷകരുടെ നീക്കവും. അതെ, രാഹുൽ ജയിൽ തന്നെ തുടരും. SITയുടെ കസ്റ്റഡി അപേക്ഷയിൽ നാളെ വിധിയുണ്ടാകും. പ്രതിയെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കാനാണ് നിർദ്ദേശം. നാളെ നേരിട്ട് കോടതിയിൽ രാഹുലിനെ ഹാജരാക്കും. പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ കോടതി പോലീസിന്റെ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. KM ഷബനിയാണ് വിവരങ്ങൾ നൽകിയത്.